ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് എന്ത് ജീവിയാണ് എന്ന സംശയത്തിലായിരുന്നു വില്ലുചാരിയിലെ നാട്ടുകാർ. കാരണം ചെറു വന്യജീവികൾ പ്രദേശത്തുണ്ടായിരുന്നുവെങ്കിലും പുലി എത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. നാട്ടുകാരിൽ ചിലർ പുലിയെ കണ്ടു എന്ന് പറഞ്ഞതോടെയാണ് സംശയം ജനിച്ചത്. ഒടുവിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. പുലിയുടെ ചിത്രം പതിഞ്ഞതോടെയാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് ഉറപ്പിച്ചത്. ഞാൻ വെള്ളം വലിക്കാൻ വേണ്ടി ഇവിടെ ഈ ടാങ്കിൻ്റെ അവിടെ പോയതാണ്. അപ്പോൾ കോഴികളൊക്കെ അപ്പുറം നടപ്പുണ്ടായിരുന്നു. അപ്പം ചുമ്മാ അവരാൾ അഴിഞ്ഞു പോയതായിരുന്നു. അപ്പോൾ അതുങ്ങളെ നോക്കാൻ വേണ്ടി അങ്ങ് മാറിയപ്പോൾ വെറുതെ മേളിലേക്ക് നോക്കിയതാ. അന്നേരം കണ്ടേ ഞാൻ ആ പാറയുടെ താഴെന്ന് വേട്ട കണ്ടേ. അതിലൂടെ ഇങ്ങനെ പയ്യൊന്ന് മാറുന്നിട്ട് ജസ്റ്റ് കണ്ടുള്ളൂ. അജ്ഞാത ജീവി പുലിയാണെന്ന് വ്യക്തമായതോടെ നാട്ടുകാരുടെ ഭീതി കുറയുകയല്ല കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ സന്ധ്യ മയങ്ങിയാൽ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞ രൂപം വെച്ച് അത് നിസ്സാര സാധനമല്ല, നല്ല മുഴുത്ത ഒരു പുലിയാണ്. കാട്ടുമൃഗങ്ങളെയൊക്കെ തിന്ന് അത് കഴിഞ്ഞ ശേഷം നമ്മൾ മനുഷ്യരെ പിടിക്കുമല്ലോ. അപ്പോൾ ഏതാണ്ടൊക്കെ എല്ലാം തീർന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ്. പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കൂട് ഭയങ്കര വെയിറ്റുള്ള സാധനം, അപ്പോൾ നിങ്ങളൊന്നും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മെക്കാവെന്ന് പറഞ്ഞ് മുകളിൽ ഇല്ലേരുടെ ആദ്യം ആടിനെ പിടിച്ച സ്ഥലത്ത് കൂട് കൊണ്ട് വെക്കും. അവിടെയാണ് വണ്ടി ചെല്ലും. അവിടെ കൊണ്ട് വെക്കാവുന്ന ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജനസാന്ദ്രത കുറവുള്ള പ്രദേശമാണിത്. റബ്ബറാണ് പ്രധാന കൃഷി. പല സ്ഥലങ്ങളും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ പുലിക്ക് എളുപ്പത്തിൽ പതിയിരുന്ന് വേട്ടയാടാൻ കഴിയും. എന്നാൽ ചെറുജീവികളുടെ എണ്ണം പ്രദേശത്ത് ഇപ്പോൾ കുറവാണ്. ഇതാണ് പുലി വളർത്തുമൃഗങ്ങളെ ലക്ഷ്യം വെക്കാൻ കാരണമെന്നാണ് കരുതുന്നത്. കൂടാതെ പ്രദേശത്തെ ജലസ്രോതസ്സും ജനവാസ മേഖലയ്ക്ക് സമീപത്താണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.